വെൽക്കം ടു ആസ്ക് ഐഎസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 17th ജനുവരി 2022 ന്യൂസുകളാണ്. ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് നോക്കാം. ഇന്റർഫെയ്ത്ത് മാരേജസ്, ടോങ്ക വെൽക്കോനോ, മാരിറ്റൽ റൈറ്റ്, അങ്ങനെ 3 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഇന്റർഫെയ്ത്ത് മാരേജസ് അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 എന്ന് പറയുന്നത് GS പേപ്പർ 1 ഇഷ്യൂസ് റിലേറ്റഡ് ടു വുമൺ ഇഷ്യൂസും അതുപോലെ തന്നെ GS പേപ്പർ 2 ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. റീസെന്റ് ഇന്റർഫെയ്ത്ത് മാരേജസിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സ്പെസിഫിക്കലി പറഞ്ഞാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ SMA 1954 ആ ഒരു പെറ്റീഷനിലൂടെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. 2021 ഇതിലെ ചില പ്രൊവിഷൻസ് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെറ്റീഷൻസ് കൊടുത്തിട്ടുള്ളത്. എന്താണ് സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ SMA 1954 എന്ന്? ജനറലി അതെന്ന് പറയുന്ന ഒരു ലെജിസ്ലേഷൻ ആണ്. ഇവിടെ നടക്കുന്ന ഇന്റർ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർ കാസ്റ്റ് മാരേജസിനെ വാലിഡേറ്റ് ചെയ്യുന്നതിനും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇവിടെയുള്ള ലെജിസ്ലേഷൻ ആണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഡിഫറെന്റ് കാസ്റ്റിലോ അല്ലെങ്കിൽ റിലീജിയനിലുള്ള ആൾക്കാർ ഒരു സിവിൽ കോൺട്രാക്റ്റിലൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലൂടെ കല്യാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്ന ഒന്നാണിത്. അതിനു വേണ്ടിയിട്ട് യാതൊരു രീതിയിലുള്ള റിലീജിയസ് ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ഹിന്ദുസ് ആയാലും മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്, ജൈൻ, ബുദ്ധിസ്റ്റ് എല്ലാ മാരേജസും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. ഈ ഒരു ആക്ട് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമല്ല, പക്ഷേ ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എബ്രോഡ് ആണ് താമസിക്കുന്നെങ്കിലും ബാധകമാണ്. ഇപ്പോഴത്തെ കറന്റ് പെറ്റീഷന്റെ കാര്യങ്ങളിലേക്ക് വരാം. അതിലെ സെക്ഷൻ 5, ഈ പറയുന്ന സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സെക്ഷൻ 5 എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്ന വ്യക്തി എന്താണ്, ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റന്റ് ഓഫ് മാരേജ് എന്നാണ്, ഒരു ഗിവൺ നോട്ടീസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ലോയ്ക്ക് വേണ്ടിയിട്ട് എന്താണ്, ചില നോട്ടീസുകൾ കാര്യങ്ങൾ നടക്കണം. സെക്ഷൻ 6(2) ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ഒരു മാരേജ് ഓഫീസറിന്റെ പ്രസൻസിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. സെക്ഷൻ 7 പറയുന്നത് ഈ ഒരു കല്യാണത്തിന് ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു നോട്ടീസ് കൊടുത്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ എന്താണ് ഇത് നമുക്ക് പ്രശ്നങ്ങൾ ഉന്നയിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതനുസരിച്ചിട്ടൊക്കെയാണ് ഈ പറയുന്ന സെക്ഷൻ 7(2) ആണെങ്കിൽ പോലും ഇത് തീരുമാനമാക്കുന്നത്. അപ്പോൾ അത് ഇന്റർഫെയ്ത്ത് കപ്പിൾസ് അവരുടെ പേഴ്സണൽ ലിബർട്ടീസിന്റെ ബ്രീച്ചിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ 6ഉം 7 ഓഫ് ദ ആക്ടിനെയാണ് കോർട്ടിൽ ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്റർഫെയ്ത്ത് മാരേജസ് നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേസുകൾ ഉണ്ട്. ഇപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ഫെയ്ത്ത് ഉള്ള ആൾക്കാർ തമ്മിലുള്ളൊരു മാരേജ്, അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവരുടെ റിലീജിയൻ ഏതാണ് എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കിപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഡിഫറെൻറ്റ് റിലീജിയനുള്ള ഒരാളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കല്യാണം കഴിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർഫെയ്ത്ത് മാരേജസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ പലപ്പോഴും നടക്കാറുണ്ട്. അതായത് കല്യാണം കഴിക്കുന്ന വ്യക്തികളിൽ ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു ഫെയ്ത്തിലേക്ക് അവരെ ഫോഴ്സ്ഡ് കൺവേർഷൻസ് പല കേസുകളിൽ നടക്കുന്നുണ്ട്. അത് റിപ്പോർട്ടബിൾ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് സ്ത്രീകളെയാണ് അവരുടെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കൺവേർഷൻ നടത്തിയിട്ടുള്ളത്. ഇനി അതേസമയം മുസ്ലിം പേഴ്സണൽ ലോയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു നോൺ മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ അവർക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആ ഓപ്ഷൻ എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? ആ ഒരു റിലീജിയനിലേക്കുള്ള കൺവേർഷനിലൂടെ മാത്രമാണ് അവർക്കത് സാധ്യമാവും. ഇനി ഹിന്ദു റിലീജിയൻ ആണെന്നുണ്ടെങ്കിലും സംഭവിക്കുന്നത് ഇതാണ്. രണ്ടാമത് കല്യാണം കഴിക്കേണ്ട ഒരു വ്യക്തിക്ക് എന്താണ്, അവർക്ക് ഈ പറയുന്ന റിലീജിയൻ ചൂസ് ചെയ്യേണ്ടത്. കാരണം ഹിന്ദു മാരേജ് ആക്ടിൽ മോണോഗമി മാത്രമേ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടാവുന്ന കുട്ടികളുടെ കാസ്റ്റ് ഡിറ്റർമിനേഷന് പ്രത്യേകിച്ചുള്ള ലൂസ് കാര്യങ്ങളൊന്നുമില്ല, അതിനുള്ള പ്രൊവിഷൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള ബാക്ക്വേർഡ്നെസ് എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് കോമ്പാക്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഒന്നും സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പറയുന്നില്ല. ഈ ഒരു ഡിബേറ്റ് വേറൊരു രീതിയിലും കൂടി, അതായത് ആർട്ടിക്കിൾ 226 ഇന്റർഫെയ്ത്ത് മാരേജസുമായിട്ട് ഹൈക്കോർട്ട് ഡീൽ ചെയ്യുന്നതിൽ ചില കണ്ടക്സ്റ്റുകളെയും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിലവിലുള്ള ഇന്റർഫെയ്ത്ത് മാരേജസിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരാണ് എന്നാണ് പറയുന്നത്. അതായത്
Article 14, right to equality, right to freedom and personal liberty, Article 19, freedom of religion and right to life, Article 25 and 21. അതുപോലെ തന്നെ സെക്കുലറിസത്തിനും എഗെയിൻസ്റ്റ് ആണ്. ആർട്ടിക്കിൾ 25 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ള ഒരു റിലീജിയൻ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്നാണ്. പക്ഷെ ഇങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള കൺവേർഷൻസ് നടക്കുമ്പോൾ അത് അവിടെ തെറ്റാണ്. അതുപോലെ തന്നെ അവരുടെ പ്രൈവസിക്ക് അനുസരിച്ചിട്ടല്ല ഇപ്പം എന്ത് ചെയ്യുന്നത്, അവർ നോട്ടീസ് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡീൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ തന്നെ പല ജഡ്ജ്മെന്റുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും പല രീതിയിൽ വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സുപ്രീം കോടതി ഷഫിൻ ജഹാൻ വേഴ്സസ് അശോക് കെ എമ്മിന്റെ കേസിൽ പറഞ്ഞത് ആർട്ടിക്കിൾ 21 ഒരു ഭാഗമാണ് അവർക്ക് ആരെ കല്യാണം കഴിക്കണം, അത് ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഒരു റൈറ്റ് ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതേസമയം കെ എസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ലൈഫ് വേണോ എന്ന് ചൂസ് ചെയ്യേണ്ടത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ എന്ന് പറയുന്നത്. അപ്പം അത്തരം രീതിയിൽ എന്താണ് ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കേസുകളിലും ഒരു പാട്രിയാർക്കൽ റൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ ലൈഫ് ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന ഈ മാരേജ് ആക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഒരു വോൾക്കാനിക് എറപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു ടോങ്കയിൽ. GS പേപ്പർ 1 ഫിസിക്കൽ ജോഗ്രഫിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രിലിംസിനും ചില ക്വിക്ക് ഫാക്ട് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം ഈ ഒരു ഏരിയയിൽ നിന്ന്. റീസെൻ്റ്ലി സദേൺ പസഫിക് ഐലൻഡ് ആയിട്ടുള്ള ടോങ്കയിലാണ് ഈ പറഞ്ഞ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്നത്. അത് അതിന് ചുറ്റോറും ഒരു സുനാമി വേവ്സും ഈ പറയുന്ന പസഫിക് റീജിയനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ടോങ്ക ഐലൻഡ്സ് എന്ന് പറയുന്നത് റിംഗ് ഓഫ് ഫയറിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളതാണ്. അതായത് വോൾക്കാനിക്കും അതുപോലെ തന്നെ സിസിമിക് ആക്ടിവിറ്റീസും വളരെ കൂടുതലുള്ള ഒരു പസഫിക് ഓഷ്യൻ ബേസിനെയാണ് നമ്മൾ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ, ആ ഒരു പാത്തിനെയാണ് നമ്മൾ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുക. അവിടെ ഒരുപാട് വോൾക്കാനിക് എറപ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇനി ഇതെന്ന് പറയുന്ന ഒരു അണ്ടർസീ വോൾക്കാനിക് എറപ്ഷൻ ആണ്. അതിന് അൺഹാബിറ്റഡ് ആയിട്ടുള്ള അടുത്തുള്ള 2 ഐലൻഡ് ആയിട്ടുള്ള ഹൂങ്ക ഹാ അപ്പായും ഹൂങ്ക ടോങ്ക ഇവിടെ നടന്ന ഒരു അണ്ടർസീ വോൾക്കാനിക് ഇറപ്ഷൻ ആണിത്. ഹൂങ്ക ടോങ്ക ഹൂങ്ക ഹൈപ്പായ് വോൾക്കാനോ എന്ന് പറയുന്നത് റെഗുലർലി ഒരു അവസാന കുറച്ച് കാലഘട്ടങ്ങളായിട്ട് എന്താണ് അവിടെ ഈ പറയുന്ന ഇറപ്ഷൻസ് നടക്കാറുണ്ട്. 2009-ലും 2014, 15 ഇതിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ ചെറുതാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ജനുവരി 2022 ഈ ഒരു അടുത്ത് നടന്ന ഈ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ മാസീവായിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റഫ്ലി ഏകദേശം ഒരു 1000 കൊല്ലങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു വോൾക്കാനിക് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൂടി ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഇത് വളരെ ഹൈലി എക്സ്പ്ലോസീവ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഫ്യൂവൽ കൂളന്റ് ഇന്ററാക്ഷൻ കൊണ്ടാണ്. നോർമലി ഹ്യൂജ് വോൾക്കാനിക് ഇറപ്ഷൻസ് എന്താണ്, ടെമ്പററി ആയിട്ടുള്ള ഒരു ഗ്ലോബൽ കൂളിംഗ് നടത്താം, കാരണം അതിൽ നിന്ന് ഒരുപാട് സൾഫർ ഡയോക്സൈഡ് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകുന്നതുകൊണ്ടും. പക്ഷേ ടോങ്ക ഇറപ്ഷൻ്റെ കേസിൽ നോക്കുമ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് മെഷർമെൻറ്റ്സിൻ്റെ കേസിലൊക്കെ നോക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ് ഏകദേശം വളരെ ചെറിയ എഫക്റ്റ് മാത്രമേ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. ഏകദേശം 0.01 സെൽഷ്യസ് ഗ്ലോബൽ ആവറേജ് കൂളിങ്ങിന് മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നതും. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ചെറിയ വേരിയേഷൻസ് ഇത് കൊണ്ടുവരും. അത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റിലെ സിയറ്റിലുള്ള ഫോഗ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോവുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വേവ് ആക്ച്വലി പസഫിക് ക്രൂസ് ചെയ്ത് പെറുവിലേക്കും അതുപോലെ തന്നെ എന്താണ് ചില മൈനർ ആയിട്ടുള്ള ഡാമേജ് ന്യൂസിലാൻഡിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാലിഫോർണിയ, സാന്റാ ക്രൂസ് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് കൂടി അത് വ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ചെന്നൈയിലും അത് ചെറിയ തോതിലുള്ള വേരിയേഷൻ ഫ്ലക്ച്വേഷൻസ് കാണിച്ചു എന്നും പറയുന്നു. ഇനി US ജിയോളജിക്കൽ സർവേ എസ്റ്റിമേറ്റ് ചെയ്ത പ്രകാരം ഈ ഒരു ഇറപ്ഷൻ ഏകദേശം 5.8 മാഗ്നിറ്റ്യൂഡുള്ള ഒരു എർത്തുകേക്കിന് ഈക്വലന്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് വോൾക്കാനോ? വോൾക്കാനോ എന്ന് പറയുന്നത് നോർമലി എർത്ത് സർഫേസിലേക്ക് മാഗ്മയ്ക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഓപ്പണിങ്സ് അല്ലെങ്കിൽ റപ്ചേഴ്സിനെയാണ് നമ്മൾ വോൾക്കാനോ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ഹോട്ട് ലിക്വിഡ് അല്ലെങ്കിൽ സെമി ലിക്വിഡ് ആയിട്ടുള്ള റോക്ക് വോൾക്കാനിക് ആഷും ഗ്യാസസും ഒക്കെ എസ്കേപ്പ് ചെയ്യുന്ന ആ ഒരു ഓപ്പണിങ്സിനെയാണ് നമ്മൾ വോൾക്കാനോ എന്ന് പറയുന്നത്. ഇനി എർത്തിൻ്റെ ടെക്ടോണിക് പ്ലേറ്റ്സ് അടുത്തടുത്ത് വരുന്ന സ്ഥലങ്ങൾ എന്താണ് വോൾക്കാനിക് ഹോട്ട്സ്പോട്ട്സ് ആണെന്ന് പറയാം. അവിടെ ഒരുപാട് വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഇനി ഒരു വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത് എന്താ, അതിൽ നിന്നും ലാവയും ഗ്യാസും പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥേനെയാണ്
വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത്. അത് മിക്കവാറും എന്തായിരിക്കും, എക്സ്പ്ലോസീവ്ലി പൊട്ടിത്തെറിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി ഇതേ വോൾക്കാനോ കടലിനടിയിൽ അല്ലെങ്കിൽ ഓഷ്യൻ സർഫസിലാണെന്ന് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അണ്ടർ സീ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ മില്യൺസ് ഓഫ് അണ്ടർ സീ വോൾക്കാനോസ് ഉണ്ട്. അതെല്ലാം എവിടെയാണ് കാണപ്പെടുന്നതും ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ നിയറിലായിട്ടാണ് കാണുന്നത്, അതിൻ്റെ ആ ഒരു ബൗണ്ടറിയിലാണ് കാണപ്പെടുന്നത്. ഇനി ലാവ കൂടാതെ ഇതിൽ നിന്നും ചില ആഷ് കാര്യങ്ങളും പുറത്തേക്ക് വരാറുണ്ട്. ഇത് ഓഷ്യൻ ഫ്ലോസിൽ കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് പിന്നീട് സീ മൗണ്ടുകൾ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ മൗണ്ടെയിൻസ് ഒക്കെ ആയിട്ട് മാറുന്നത്. പക്ഷെ അവരൊരിക്കലും എന്താണ് വാട്ടർ സർഫസിലേക്ക് റീച്ച് ചെയ്യാറില്ല. ഇനി എന്താണ് നേരത്തെ ഞാൻ ഉപയോഗിച്ചൊരു ടേം എന്ന് പറയുന്നത് ഫ്യൂവൽ കൂളന്റ് ഇൻട്രാക്ഷൻ എന്നാണ്. അതായത് ഇത് പൊട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു മാഗ്മ ഇങ്ങനെ റൈസ് ചെയ്തിട്ട് കടൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം 1200 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. എങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ ഒരു തിൻ ഫിലിം ഓഫ് സ്റ്റീംസ്, ആവിയുടെ ഒരു ഫിലിം ഫോം ചെയ്യും. അതായത് മാഗ്മയുടെയും വെള്ളത്തിൻ്റെ ഇടയിൽ ഒരു ആവിയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഗ്യാപ്പ് എന്താണ്, ആക്ച്വലി ഒരു ഇൻസുലേഷൻ ലെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അതായത് ആ ഒരു മാഗ്മ പെട്ടെന്ന് കൂൾ ചെയ്യില്ല. പക്ഷേ മാഗ്മ പൊട്ടിത്തെറിച്ചിട്ടാണ് ആ ഗ്രൗണ്ടിൽ നിന്ന് ഫുൾ ഓഫ് വോൾക്കാനിക് ഗ്യാസ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത് പെട്ടെന്ന് വെള്ളവുമായിട്ട് ഇടിക്കും. ആ ഇരിക്കുന്ന സമയത്ത് എന്താണ്, ഈ സ്റ്റീം ലെയേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഡിസ്റപ്റ്റ് ചെയ്തു. ആ ഒരു സമയത്ത് എന്താണ്, ഡയറക്റ്റ് കോൾഡ് വാട്ടറായിട്ട് ഈ ഹോട്ട് മാഗ്മ റിയാക്ട് ചെയ്യും. അതിൽ നിന്ന് ഒരു വെപ്പൺ ഗ്രേഡ് കെമിക്കൽ എക്സ്പ്ലോഷൻസിന് തരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇതിനെയാണ് ഫ്യൂവൽ കൂളന്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ഇവിടെ സംഭവിച്ച കാരണമാണ് എക്സ്ട്രീംലി വയലന്റ് ആയിട്ടുള്ള ബ്ലാസ്റ്റുകൾ ഈ ഒരു കേസിൽ നമ്മൾ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വീണ്ടും ഒരുപാട് ചൈൻ റിയാക്ഷൻസ് കാര്യങ്ങൾ നടന്ന് പുതിയ പുതിയ മാഗ്മ വരുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ വാട്ടർ ഇന്റീരിയർ സർഫസ് ഓഫ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുകയും ഈ എക്സ്പ്ലോഷൻസ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു സൂപ്പർസോണിക് സ്പീഡിലൊക്കെയാണ് ഈ പറയുന്ന ബ്ലാസ്റ്റ്ലെസ് സാധനങ്ങൾ തെറിച്ചു പോകുന്നത്, ജെറ്റിംഗ് ഔട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലോഷൻ ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലീ ഫോർ മാരിറ്റൽ റേപ്പ് ടു ബി ക്രിമിനലൈസ്. മാരിറ്റൽ റേപ്പ് കാര്യങ്ങൾ ക്രിമിനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഡിസ്കഷൻ പോകുന്നത്. GS പേപ്പർ 2-ലെ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണിത്. ഡൽഹി ഹൈക്കോർട്ട് സെക്ഷൻ 375 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിനെതിരെയുള്ള ചില പെറ്റീഷൻസിന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് 375 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്? അതായത് ഒരു പുരുഷൻ അവരുടെ വൈഫുമായിട്ട് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ഫോഴ്സ്ഫുള്ളി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റേപ്പിന്റെ കേസിൽ വരില്ല, അൺലെസ് അതായത് ഒരു 15 വയസ്സിൽ മീതെ പ്രായമുള്ള ഒരു വൈഫാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അത് റേപ്പിന്റെ ഒഫൻസിൽ വരില്ല. കാരണം അതൊരു എക്സെപ്ഷൻ ആയിട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു എക്സെപ്ഷനെയാണ് മാരിറ്റൽ റേപ്പ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇഷ്യൂ? ഡൽഹി ഹൈക്കോർട്ടിന്റെ മുന്നിലുള്ള ഈ ഇഷ്യൂ എന്ന് പറയുന്നത് മാരിറ്റൽ റേപ്പിനെ ക്രിമിനലൈസ് ചെയ്യണമെന്നാണ്. ഗവൺമെന്റ് പക്ഷെ ഇതിനെ റിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റിയുടെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിർഭയ ഗ്യാങ് റേപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ചില ഹൊറിഫൈങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയിൽ പറയുന്നത് ഈ എക്സെപ്ഷൻ ഫോർ മാരിറ്റൽ റേപ്പ് റിമൂവ് ചെയ്യണം. അതായത് അവർ സ്പെസിഫൈ ചെയ്യുന്ന മാരിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വിക്ടിമിനെ സംബന്ധിച്ച് ഈ റേപ്പ് അല്ലെങ്കിൽ സെക്ഷൽ വയലേഷൻ അവർക്കെതിരെയുള്ള ഒരു ഡിഫൻസ് കാര്യങ്ങൾ ഒരിക്കലും കല്യാണം കഴിച്ചു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്യണം എന്നുകൂടിയാണ് വർമ്മ കമ്മിറ്റി പറയുന്നത്. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജഡ്ജ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റും പല സ്റ്റാൻഡുകളൊക്കെയാണ്. ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മാരേജ് എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഹസ്ബൻഡ്സിനെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ടൂളാക്കി മാറ്റും എന്നുകൂടിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാരിറ്റൽ റേപ്പിനെ ആക്ച്വലി ക്രിമിനലൈസ് ചെയ്യാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടപടികളില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ജഡ്ജ്മെന്റ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് തോട്ട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വേർഡിക്റ്റ് ഓഫ് ഒക്ടോബർ 2017 പറയുന്നത് മൈനർ വൈഫുമായിട്ടുള്ള റേപ്പ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ജസ്റ്റിസ് KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 കേസിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതായത്
പ്രൈവസി എന്ന് പറയുന്ന അല്ലെങ്കിൽ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയുന്നത്. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഓഫ് ഒക്ടോബർ 2018 പറയുന്നത് അഡൽട്ടറി ഒരു ക്രൈം അല്ല എന്നാണ്. അത് സ്ട്രക്ക് ഡൗൺ ചെയ്യാണ്. അഡൽട്ടറി എന്ന് പറയുന്ന ആ ക്രൈമിനെ സ്ട്രക്ക് ഡൗൺ ചെയ്യാണ് ആ ഒരു ബെഞ്ച് ചെയ്തത്. അപ്പം അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീക്രിമിനലൈസേഷൻ അല്ലെങ്കിൽ എന്താണ് മാരിറ്റൽ റേപ്പിന് ഒരു എക്സെപ്ഷൻ കൊടുത്തത് ആക്ച്വലി ട്രീറ്റീസ് ഓൺ ക്രിമിനൽ ലോ ഓഫ് ഇംഗ്ലണ്ട് പ്രകാരമാണ്. അല്ലെങ്കിൽ അതിനെ ജനറലി അറിയപ്പെടുന്ന പേര് ഹിസ്റ്ററി ഓഫ് ദ പ്ലീസ് ഓഫ് ദ ക്രൗൺ എന്നാണ്. അപ്പോൾ ബ്രിട്ടീഷ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മാത്യു ഹേലാണ് 1736 ഹസ്ബൻഡിനെ റേപ്പ് ചെയ്താലും ഗിൽറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ്. അതായത് ഒരു മാട്രിമോണിയൽ കൺസെന്റ് ഉണ്ടെങ്കിൽ. പക്ഷേ പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈവൻ ഇംഗ്ലണ്ട് പോലും അത് പിൻവലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെ ചില റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 78 കൺട്രീസിൽ ഇൻക്ലൂഡിങ് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള നേപ്പാളിൽ പോലും എന്താണ് മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് 1955, മുസ്ലിം പേഴ്സണൽ ലോ ഷരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് 1937, സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. ഇതെല്ലാം പ്രകാരം മാരിറ്റൽ റേപ്പ് യാതൊരു രീതിയിലുള്ള ഡൈവേഴ്സിന് ഒരു ഗ്രൗണ്ട് അല്ല എന്നും അതുപോലെ തന്നെ ഹസ്ബൻഡിനെ ക്രൂവൽറ്റി ആയിട്ട് കണക്കാക്കപ്പെടില്ല എന്നും കൂടിയാണ് പറയുന്നത്. അതേസമയം സെക്ഷൻ 375 അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അപ്ഹോൾഡ് ചെയ്യുന്നത്. സെക്ഷൽ ഇന്റർകോഴ്സ് ഒരു വ്യക്തി ഈ പറയുന്ന സ്ത്രീയുമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് 15 ഏജിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനെ റേപ്പായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതായത് അവർ തമ്മിലുള്ള ആ ഒരു മാരേജ് കൺസെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മാരിറ്റൽ റേപ്പിനെ വേറെ ഒരു രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ റോയൽ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലുമില്ല. അതേസമയം ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് സിവിൽ റെമഡിയാണ്, ക്രിമിനലൈസ് ഇല്ല, പക്ഷെ സിവിൽ റെമഡീസ് ഉണ്ട്. അതായത് പ്രൊട്ടക്ഷൻ ഫോർ വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 വെച്ചിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത്. ഇനി ക്രിമിനലൈസേഷൻ എന്ന് പറയുന്ന മാരിറ്റൽ റേപ്പിനെ ക്രിമിനലൈസ് ചെയ്യുന്നതിൽ പല കാര്യങ്ങളുണ്ട്. അതായത് നോൺ കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്സ് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഈക്വൽ റിലേഷൻഷിപ്പ് കോൺട്രാക്റ്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന ലീഗൽ എക്സെപ്ഷൻ, റേപ്പ് ലോസിൽ നിന്നും മെൻസിന് ലീഗൽ എക്സെപ്ഷൻ കൊടുക്കുന്ന ഒരു അൺഈക്വൽ പ്രിവിലേജ് ആണ്. അപ്പം അങ്ങനെയുള്ള ഈ പറയുന്ന സെക്ഷൻ 375, ആർട്ടിക്കിൾ 14, 15, 19 and 21 സ്ത്രീകൾക്ക് ഉള്ള ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി ഗവൺമെന്റ് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതുപ്രകാരം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല ഹരാസിങ്ങുകളും കാര്യങ്ങളും കുറയാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് നമ്മൾ അറിയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 3 ടോപ്പിക്സ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇന്റർഫെയ്ത്ത് മാരേജസ്, ടോങ്ക വോൾക്കാൻ ആൻഡ് മാരിറ്റൽ റേപ്പ്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.